ദൈവനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം നാം വിതയ്ക്കുക കൊയ്യുക എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ വായിക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. വിതയ്ക്കുന്നവൻ അറിയേണ്ട 4 പ്രധാനപ്പെട്ട സത്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. അതിൽ ഇന്ന് നമുക്ക് അതിൻ്റെ ഒന്നാമത്തേതായിട്ടുള്ള പോയിന്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ പോയിന്റ്, നാം വിതയ്ക്കുന്നത് കൊയ്യുവാൻ വേണ്ടിയാണ്. നമ്മളിന്ന് വായിച്ച വാക്യത്തിൽ അത് കാണുവാനായിട്ട് സാധിക്കും. വിതയ്ക്കുന്നത് കൊയ്യുവാൻ വേണ്ടിയാണ്. നമ്മൾക്ക് എല്ലാവർക്കും വിതയ്ക്കുവാനുള്ള സ്ഥലം ഈ ലോകമാണ്. ഈ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, 2 തരത്തിലുള്ള വിത്തുണ്ട്. ജഡത്തിൽ വിതയ്ക്കുന്നവനും ആത്മാവിൽ വിതയ്ക്കുന്നവനും എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ വിത്തും ആത്മാവിൻ്റെ വിത്തും ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ജഡത്തിൻ്റെ വിത്തെന്ന് പറയുന്നുണ്ട്, ആത്മാവിൻ്റെ വിത്തും ഉണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് വിതയ്ക്കുവാനുള്ളത് ഈ ലോകമാണ്. 2 തരത്തിലുള്ള വിത്ത് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഒന്ന് ജഡത്തിൻ്റെ വിത്താണ്, രണ്ടാമത് ആത്മാവിൻ്റെ വിത്താണ്. ജഡത്തിൻ്റെ വിത്ത് നമ്മൾ കൊയ്താൽ ജഡത്തിൽ നിന്ന് അതിൻ്റെ ഫലം കിട്ടും. ആത്മാവിൻ്റെ വിത്താണ് വിതയ്ക്കുന്നതെങ്കിൽ ആത്മാവിൻ്റെ ഫലം കിട്ടും. അപ്പോൾ നമുക്ക് ഈ ജഡത്തിൻ്റെ വിത്ത് ഏതാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലും ജഡത്തിൻ്റെ വിത്ത് അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തി, ജഡത്തിൻ്റെ ഫലം, ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഗലാത്യ ലേഖനത്തിൽ തന്നെ 5-19 വാക്യത്തിൽ ജഡത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളോ അല്ലെങ്കിൽ ജഡത്തിൻ്റെ വിത്ത് ഏതാണെന്നോ അവിടെ പറയുന്ന ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരസംഘ, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്. ഗലാത്യ ലേഖനത്തിൽ അങ്ങനെ പറയുന്നു. ഇത് തന്നെ പല സ്ഥലങ്ങളിലും കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ സംസാരിച്ചപ്പോഴും പറഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്. 19-ാം വാക്യത്തിൽ എങ്ങനെയെന്ന് ദുർചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. ഇതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എന്ന കർത്താവ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ 1 പത്രോസ് 2-ന്റെ 1-ാം വാക്യത്തിലും ഇത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 പത്രോസ് 2-ന്റെ 1-ാം വാക്യത്തിൽ സകല ദുഷ്ടത, എല്ലാ ചതുവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞു. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇതൊക്കെ ജഡത്തിൻ്റെ വിത്തുകളാണ്. അതുപോലെ എഫെസ്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യത്തിൽ അത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നത് ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, അതുപോലെ തന്നെ ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധന, ദ്രവ്യാഗ്രാഹി എന്ന് ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ അനേക സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള ദുർനടപ്പും അത്യാഗ്രഹവും അശുദ്ധി ഇതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ജഡത്തിൻ്റെ വിത്തുകൾ. അപ്പോൾ ജഡത്തിൻ്റെ വിത്താണ് നാം കൊയ്യുന്നതെങ്കിൽ ഗലാത്യ ലേഖനത്തിൽ പറയുന്ന പോലെ ജഡത്തിൻ്റെ വിത്ത് കൊയ്യുമ്പോൾ ജഡത്തിൻ്റെ വിത്ത് കൊയ്തിട്ട് നമുക്ക് ആത്മാവിൻ്റെ ഫലം കൊയ്യുവാനായിട്ട് സാധിക്കത്തില്ല. ആത്മാവിൻ്റെ വിത്ത് വിതച്ചിട്ട് ജഡത്തിൻ്റെ വിത്തും വിതയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ പറയുന്നത് ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അപ്പോൾ നാം ദിവസം പ്രതിയുള്ള ജീവിതത്തിൽ നമ്മൾ ജഡത്തിൻ്റെ വിത്തുകളാണോ വിതയ്ക്കുന്നത് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നാം ശ്രദ്ധിക്കേണ്ടത് ആണ്. നാം വിതയ്ക്കുന്നത് കൊയ്യുവാൻ വേണ്ടിയാണ്. ഒന്നാമത്തെ പോയിന്റ് നാം കണ്ടു. അപ്പോൾ നമ്മൾക്ക് ഈ ജഡത്തിൻ്റെ വിത്ത് വിതച്ച പലരെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ജഡത്തിൻ്റെ വിത്ത് വിതച്ചുകൊണ്ടുള്ള ഫലം എന്താണെന്നും കൂടെ നമ്മൾക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് അനുസരണക്കേട് വിതച്ചത് മുഖാന്തരമായിട്ടുണ്ടായ ഫലത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം.
നമുക്ക് ആദാമും ഹവ്വയ്ക്കും കർത്താവ് വേണ്ടിയതെല്ലാം ഒരുക്കി വെച്ചുകൊണ്ടാണ് അവരെ മനോഹരമായ ഏദൻ തോട്ടത്തിൽ താമസിപ്പിച്ചത്. നമുക്കറിയാം 6 ദിവസം കൊണ്ട് ദൈവം ആദാമിനും ഹവ്വയ്ക്കും വേണ്ടതായിട്ടുള്ളത് സകലതും ഉണ്ടാക്കി. അതിനുശേഷമാണ് ആദാമിനെ ഉണ്ടാക്കിയത്. ആദാമിനെ ഉണ്ടാക്കിയതിന് ശേഷം ആദാം വളരെ കഴിവും ബുദ്ധിയും ജ്ഞാനിയുമുള്ള ഒരു മനുഷ്യനായിരുന്നു. മാത്രമല്ല പാപരഹിതനുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിലാണ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവത്തെ പോലെയാണ്, അല്ലെങ്കിൽ ദൈവ സാദൃശ്യത്തിലും ആണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അങ്ങനെ അവൻ വളരെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം മനുഷ്യന് തുണയില്ലെന്ന് മനസ്സിലാക്കി മനുഷ്യൻ്റെ വാരിയലിൽ നിന്ന് തന്നെ മനുഷ്യന് വേണ്ടി തക്ക തുണിയെയും ദൈവം കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യനും ഭാര്യയ്ക്കും വേണ്ടിയതെല്ലാം ദൈവം മനുഷ്യന് കൊടുത്തു. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യനോട് കൂടെ നടന്നിരുന്ന, മനുഷ്യനുമായിട്ട് സഹിതമുണ്ടായിരുന്ന ദൈവത്തെ വേണ്ട എന്ന് വിചാരിച്ച് സാത്താൻ പറഞ്ഞത് കേട്ടു, അനുസരണക്കേട് കാണിച്ചു എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം ഒരു കാര്യം മാത്രമാണ് അവനോട് പറഞ്ഞിരുന്നത്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനോട് പറഞ്ഞത്, ദൈവം മനുഷ്യനോട് കൽപ്പിച്ചെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അങ്ങനെ ഡയറക്റ്റ് ഒരു കമാൻഡ്മെൻറ്റ് മനുഷ്യന് കൊടുത്തതാണ്. എന്നാൽ മനുഷ്യന് കാണിച്ചത് മുഖാന്തരമായിട്ട് അനുസരണക്കേട് കാണിച്ച് സാത്താൻ പറഞ്ഞത് കേട്ട് ആ ഫലം തിന്നുന്നതായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അവൻ തിന്നത് മുഖാന്തരമായിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് 16 മുതലുള്ള വാക്യത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സ്ത്രീയോട് കൽപ്പിച്ച്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചു, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരിയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാവുന്നു, പൊടിയിൽ തിരികെ ചേരും. അവർ അനുസരണക്കേട് വിധിച്ചത് മുഖാന്തരമായിട്ട് നാശം കൊയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഈ ജഡത്തിൻ്റെ വിത്തുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ജഡത്തിൻ്റെ വിത്ത് വിതച്ചാൽ അത് നാശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജഡത്തിൻ്റെ വിത്ത് വിതയ്ക്കാതെ ആത്മാവിൻ്റെ വിത്തുകൾ ഓരോ ദിവസവും വിതയ്ക്കുവാനായിട്ട് അങ്ങനെ നാം വിധിച്ചാൽ ജഡത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നവൻ നാശം കൊയ്യും, ആത്മാവിൻ്റെ വിത്ത് വിതയ്ക്കുന്നവരോ നിത്യജീവനെ കൊയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്ത് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശ